This news is brought to you by ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് ചെറുപുഴ. മതാതീത ആത്മീയതയുടെ സന്ദേശമുയർത്തി നവപുരം മതാതീത ദേവാലയ മഹോത്സവത്തിന് പ്രൗഢഗംഭീരമായ തുടക്കം. ശനിയാഴ്ച വൈകുന്നേരം 5:30 ദേവാലയ സ്ഥാപകൻ പ്രാപ്പോയിൽ നാരായണൻ മാസ്റ്റർ ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ ഉത്സവത്തിന് കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. മനുഷ്യരും നവപുരത്തിന്റെ കൂടെ നിൽക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ പതാക ഉയരത്തിലേക്ക് പറക്കട്ടെ. നാരായണിയമ്മ ഭദ്രദീപം തെളിയിച്ചു. ഏപ്രിൽ 25 മുതൽ മെയ് 3 വരെ നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന്റെ ആദ്യ ദിനം വൈവിധ്യമാർന്ന സാംസ്കാരിക പരിപാടികളാൽ സമ്പന്നമായിരുന്നു. നവപുരം കലാസാഹിത്യ സഭ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന സാഹിത്യകലാ ചർച്ച ശ്രദ്ധേയമായി. കഥാചർച്ചാ വിഭാഗത്തിൽ മണ്ണാങ്കട്ടയും കരിയിലയും എന്ന വിഷയത്തിൽ നടന്ന സംവാദത്തിന് അജിത് കൂവോട്ട് മോഡറേറ്ററായി. കവിതയിലെ കാവ്യാത്മകത എന്ന വിഷയത്തിൽ നടന്ന കവിതാ ചർച്ചയ്ക്ക് കവി രാധാകൃഷ്ണൻ കാനായി നേതൃത്വം നൽകി. സാബു മാളിയേക്കൽ സ്വാഗതം ആശംസിച്ചു. മധു നമ്പ്യാർ മാതമംഗലം ചടങ്ങുകൾ ഏകോപിപ്പിച്ചു. രാത്രി 7 മണിയോടെ നടന്ന അടുക്കളക്കൂട്ട് നിറയ്ക്കൽ ചടങ്ങിന് പിന്നാലെ കേരള ഫോക്ലോർ അക്കാദമി അവതരിപ്പിച്ച നിണബലി തനത് അനുഷ്ഠാന കലയും അരങ്ങേറി. നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നായി നിരവധി വിശ്വാസികളും കലാവൈവിധ്യം ആസ്വദിക്കാൻ കാണികളും ചടങ്ങിൽ പങ്കെടുത്തു. പ്രാചീന കവിത്രയങ്ങളിൽ നിന്ന് പിന്നീട് കവിയുടെ ലോകത്തേക്ക് കവിതയുമായിട്ട് ചങ്കൂറ്റത്തോടെ കടന്നു വന്ന ചങ്ങമ്പുഴയാണ് കാണാൻ കഴിയും. ചങ്ങമ്പുഴയുടെ കവിതയിലെ കാവ്യാൽപ്പം പറയുമ്പോൾ കവിതയുടെ രസം മഞ്ഞിലുണ്ട് തന്നെയാണ്. അപ്പോൾ നോവലും കഥയായാലും കവിതയെ മാറ്റി നിർത്താൻ പറ്റില്ല എന്നാണ്. അപ്പോൾ ഈ കാവ്യാത്മകത എത്രത്തോളം ഗുണകരമായിട്ട് മാറിയതിൻ്റെയാണ് ഇന്ന് എല്ലാവരും കവികളാണെന്നില്ല. നിലനിൽക്കുന്ന സംവിധാനത്തെ അല്ലെങ്കിൽ പിന്നെ ഒരു കാലത്ത് വരേണ്യവർഗത്തിൻ്റെ അല്ലെങ്കിൽ സമ്പന്നന് മാത്രം പിന്നെ വലിയ വലിയ വിഭാഗം മാത്രം കൊണ്ടു നടന്ന കവിത ഇന്ന് ജനങ്ങൾ കാവ്യാത്മകതയെ പറ്റിയിട്ട് എന്താണ് രാധാകൃഷ്ണൻ പറയാനുള്ളത്, എനിക്ക് പറയാനുള്ളത്? എന്തായാലും വൈകിയ വേളയാണ്. ഈ നവപുരം എന്നത് ലോകത്തിന് മാതൃകയാണ്. കൂടിയായിരുന്നു കുട്ടികൃഷ്ണന്മാര്. പക്ഷെ ചങ്ങമ്പുഴയുടെ എന്താണ് അവസ്ഥ? നാട്ടിക്കണ്ടത്തിൽ നാട്ടിൽ നടന്ന പെണ്ണുങ്ങളും പതേനന്റെ കഥ ചുണ്ടിലേക്ക് അങ്ങ് എടപ്പള്ളിയിൽ നിന്ന് ഇങ്ങനെ ചങ്ങമ്പുഴയിൽ നിന്ന് ഒഴുകി വടക്കേ മലബാറിൽ അങ്ങേ അറ്റം വരെ ആ കവിത ഇന്നും പരന്നൊഴുകുന്നുണ്ട്. അത് കേരളത്തിൽ മാത്രമല്ല. പരിചയപ്പെടുത്തിയ പ്രിയപ്പെട്ട സാബു മാഷൻ ഒരു നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ആ രീതിയിൽ പഴയ കാലത്ത് കേട്ട് ശീലിച്ച പല കഥകളും ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു? മണ്ണാങ്കട്ട പോലെ അലിഞ്ഞലിഞ്ഞു പോയോ? അല്ല കരിയില പോലെ പറന്നു പോയോ? അന്നും ഇന്നും ഉണ്ടായിട്ടുള്ള മാറ്റത്തെ ഇവർ എങ്ങനെ വിലയിരുത്തുന്നു എന്നുള്ളത് നമുക്ക് രാജു പൂപ്പറമ്പിൽ നിന്നും തുടങ്ങിയാലോ. കാലം മുതലേ കഥകൾ പറഞ്ഞാണ് ഓരോ കുട്ടികളും വളർന്നു വരുന്നത്. ഞാനൊരു ദീർഘമായ സംസാരത്തിന് ഇവിടെ മുതിരുന്നില്ല. ഏതാനും ചെറിയ സൂചകങ്ങൾ മാത്രം മുന്നോട്ട് വെക്കാനാണ് ഈ അവസരം ഉപയോഗിക്കുന്നത്. കുട്ടിക്കാലത്ത് കഥ പറഞ്ഞ മുത്തശ്ശി കഥകൾ എന്ന് നമ്മൾ കേട്ടിരിക്കും. മുത്തശ്ശി കഥകൾ, മുത്തശ്ശിമാർ ചെറിയ കുട്ടികൾക്ക് ഇങ്ങനെ മുത്തശ്ശി കഥകൾ, ഫാൻറ്റസികൾ പറഞ്ഞു കൊടുത്ത് അവരുടെ മനസ്സിൽ മനുഷ്യ സമൂഹം വളർന്ന് വികസിക്കുമ്പോൾ ഉണ്ടാവേണ്ടതായ ചില മാനുഷിക ഗുണങ്ങൾ, അതുപോലെ വളർന്നു വരുമ്പോൾ ഉണ്ടാകുന്ന മനുഷ്യത്വം, ദീനാനുകമ്പ, മനുഷ്യ സ്നേഹം തുടങ്ങിയിട്ടുള്ള മനുഷ്യത്വപരമായ വികാരങ്ങൾ. അപ്പോ ഇങ്ങനെ മാറി ചിരിക്കും. അതുപോലെ ഒരു കഥയുടെ കാര്യം കൂടെ ഞാൻ പറയാം. നമ്മുടെ കഥാകൃത്ത് ടി.പി. വേണുഗോപാൽ എഴുതിയിട്ടുള്ള ഒരു കഥ, അതില് ഒരു തെയ്യം അവിടെ കേട്ടതാണ്. ആ തെയ്യത്തിന് തായ് പരദേവത പേര്, തായ് പരദേവത. അപ്പൊ ആ തെയ്യം കെട്ടുന്നതിൽ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആ പ്രദേശത്തുള്ള വളരെ ആഢ്യനായ ഒരു മനുഷ്യന്റെ മകളെ ലൈനടിച്ച് തട്ടിക്കൊണ്ടുപോയിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ, IT വിദഗ്ധൻ. ഒരുപാട് കാര്യങ്ങൾ
അവരിലേക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് എനിക്കവിടെ പറയാനുള്ളത്. ആരൊന്നും നമ്മൾ കഴിക്കൂല എന്ന് പറയും. അപ്പൊ ഈ തുഴക്കാരൻ അമ്പു തുഴഞ്ഞ് ഏത് സമയത്തും ഒരു പൂക്കല്ലി തുഴക്കാരൻ്റെ അടുത്തേക്ക് എത്തുന്നതാണ്. അപ്പൊ നിങ്ങൾ കേൾക്കുന്നില്ല അല്ലേ? ഞാൻ പറയുന്നതൊന്നും കേൾക്കുന്നില്ല അല്ലേ? തീയായ അപ്പൊ ആ തുഴക്കാരൻ അമ്പു ചായക്കടക്കാരനും പള്ളിയിലേക്ക് പോവാൻ ഇറങ്ങുമ്പം കുറെ ആൾക്കാരെ ആ മരത്തിൽ ഗിഫ്റ്റ് ഐറ്റംസിന്റെയും അടുക്കള ഉപകരണങ്ങളുടെയും വിപുലമായ ഏറ്റവും പുതിയ കളക്ഷൻസുമായി നമ്മുടെ ഗൃഹലക്ഷ്മി 4ാം വർഷം പിന്നിട്ട് 5ാം വയസ്സിലേക്ക്. സഹകരിച്ച എല്ലാവർക്കും നന്ദി. വാർഷികം പ്രമാണിച്ച് നവംബർ 25 മുതൽ വമ്പൻ ഓഫറുകളും സമ്മാനങ്ങളും നിങ്ങൾക്കായി ഒരുക്കുന്നു. പ്രഷർ കുക്കർ 50% ഓഫ്, ഗ്യാസ് സ്റ്റൗ 50% ഓഫ്, മിക്സി 20 മുതൽ 40% വരെ ഓഫ്, കാസ്ട്രോൾ MRP 930, ഓഫർ പ്രൈസ് 399, അപ്പച്ചട്ടി 290, ഇൻഡക്ഷൻ കോപ്പ് ടോപ്പ് MRP 3890, ഓഫർ പ്രൈസിൽ 1599, നോൺ സ്റ്റിക് 4 പീസ് സെറ്റ് MRP 2990, ഓഫർ പ്രൈസിൽ 999. മറ്റനവധി ഓഫറും. ഇപ്പോൾ തന്നെ ഗൃഹലക്ഷ്മി സന്ദർശിക്കൂ. എല്ലാ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളും മികച്ച ഓഫറിൽ സ്വന്തമാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ.